നിങ്ങളുടെ ഐഫോണിൽ ഒരു പ്രത്യേകതരം മോഡുണ്ട്, ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡാണ് കേട്ടോ. ഈ ഒരു അസിസ്റ്റീവ് ആക്സസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പാസ്കോഡും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ UI എന്ന് പറയുന്നത് വളരെയധികം മിനിമലാണ്. സെലക്റ്റഡ് ആയിട്ടുള്ള ആപ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത് മാത്രമേ നിങ്ങളുടെ ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നതിന് 3 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത്, കടയിൽ നമ്മൾ റിപ്പയറിന് കൊടുക്കുന്ന സമയത്ത് ഐഫോണിൻ്റെ സ്ക്രീൻ പൊട്ടിയിട്ടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ഈ ഒരു ഫോൺ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അവർക്ക് മറ്റൊരു തരത്തിലും ആക്സസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിന് ഇപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐഫോൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിൾ മ്യൂസിക് മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പാട്ട് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായവർക്ക് വളരെയധികം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ആപ്സ് മാത്രം ഇട്ടാൽ മതി, എല്ലാം വലുതായിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു UI ആണ് ഇതെന്ന് പറയുന്നത്. ഐഫോണിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള UI അവർ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു അസിസ്റ്റീവ് ആക്സസ് ഉപയോഗിക്കുന്നതിൽ.